ഇടതുഭരണം അവസാനിച്ചത് പിണറായി വിജയന്റെ സ്വേച്ഛാധിപത്യവും അല്ലെങ്കിൽ നാടുവാഴിത്തരവും കൊണ്ടാണ് എന്ന് കേരളം ഒട്ടാകെ പറഞ്ഞെങ്കിലും അത് പാർട്ടി പ്രവർത്തകർ ഉൾക്കൊള്ളാൻ തയ്യാറായിരുന്നില്ല. ഇപ്പോൾ ഓരോ സത്യങ്ങളായി അല്ലെങ്കിൽ അവർ യാഥാർത്ഥ്യങ്ങളായി മനസ്സിലായിക്കൊണ്ടിരിക്കുകയാണ്. അതാണ് ഇപ്പോൾ പല ജില്ലാ കമ്മിറ്റികളിലായി പിണറായി വിജയനെതിരെ ഉയർന്നു കേൾക്കുന്ന വിമർശനങ്ങൾ. തീർച്ചയായിട്ടും ഇപ്പോ ഒരു ജില്ലാ കമ്മിറ്റി ആയിരുന്നെങ്കിൽ നമുക്ക് പറയാം ആ ജില്ലാ കമ്മിറ്റിയുമായിട്ട് പിണറായി വിജയൻ എന്തെങ്കിലും വിഷയമുണ്ട് എന്ന്. പക്ഷെ അങ്ങനെയൊന്നുമല്ല. ഇതിപ്പോ കേരളത്തിലെ മുഴുവൻ ജില്ലാ കമ്മിറ്റികൾ, CPM മുഴുവൻ ജില്ലാ കമ്മിറ്റികളോട് നോക്കിക്കഴിഞ്ഞാൽ പിണറായി വിജയൻ വേണ്ടേ വേണ്ട എന്ന് പറയുന്ന ഒരു ടാഗ് ലൈനോടെയാണ് അവർ മുന്നോട്ട് പോകുന്നത്. അതിനപ്പുറത്തേക്ക് ഒരുപാട് വിമർശനങ്ങൾ പല ആളുകൾക്കും എതിരെ. ഇപ്പൊ പത്തനംതിട്ട നമ്മൾ ജില്ലാ കമ്മിറ്റി എടുത്ത് വെച്ച് നോക്കുകയാണെങ്കിൽ അവിടെ മത്സരിച്ച ആരോഗ്യമന്ത്രിയായിട്ടുള്ള വീണ ജോർജിന്റെ വലിയ വിമർശനങ്ങളാണ് ജില്ലാ കമ്മിറ്റി ഉന്നയിക്കുന്നത്. ഫോൺ വിളിച്ചാൽ ഫോൺ എടുക്കത്തില്ല, പാർട്ടി പ്രവർത്തകരെ ഒന്ന് കണ്ടാൽ ചിരിക്കുക പോലും ഇല്ല എന്ന് പറയുന്ന രീതിയിലേക്കൊക്കെ മാറുന്നൊരു സാഹചര്യമുണ്ട്. ആവശ്യമില്ലാത്ത കാര്യങ്ങൾ എടുത്ത് ചാടി തല വെച്ച് പെടലി ഉളുക്കുകയും ചെയ്യുമെന്ന് പറയുന്നു അല്ലെ? അതെ, അത് വലിയ രീതിയിൽ CPM ബാധിച്ചൊരു വിഷയമാണ്. അപ്പൊ CPM അതിനെ ഒരു സെന്റിമെന്റൽ മൊമെന്റിൽ എടുക്കാൻ നോക്കിയതാണ്. അയ്യോ, ഞങ്ങളുടെ ആരോഗ്യമന്ത്രി KSUക്കാർ അടിക്കുന്നു, അയ്യോ ആരോഗ്യമന്ത്രി ആശുപത്രിയിൽ പോകുന്നു, അഡ്മിറ്റ് ആകുന്നു, പെടലി ഉളുക്കി നടക്കുന്നു, അയ്യോ ഞങ്ങളുടെ ആരോഗ്യമന്ത്രി. ഈ ഫീൽ ഉണ്ടാക്കാൻ പോയതാണ്. ഈ ഫീൽ ഉണ്ടാക്കാൻ പോയി അയ്യേ ആരോഗ്യമന്ത്രി എന്ന് പറയുന്ന രീതിയിലേക്ക് ഈ അയ്യോ മാറി അയ്യേ ആയി എന്ന് മാത്രമേ ഉള്ളൂ. ഒരു വിക്ടിം കാർഡ് ഇറക്കിയതാണ്, പക്ഷെ ആ ടീമിൽ എത്തിയപ്പോ ആ ചീട്ടങ്ങോട്ട് കീറി, അത്രേ ഉള്ളൂ സംഭവിച്ചത്. സത്യം. അതിന്റെ പ്രധാനപ്പെട്ട കാരണം എന്ന് വെച്ച് കഴിഞ്ഞാല് എല്ലാ മാധ്യമങ്ങളും അവിടെ ഉണ്ടായിരുന്നു. മാധ്യമങ്ങളൊന്നും ഇല്ലെങ്കിൽ പറയാം, ആരുമില്ലാത്തൊരു സാഹചര്യത്തിലാണെങ്കിൽ പറയാം ഓക്കെ ശരി, ഇതാരും അറിയാതെ ചെയ്താണ്. പക്ഷെ അങ്ങനെയല്ലല്ലോ. അവിടെ CCTV ക്യാമറകളുണ്ട്. അതേപോലെ തന്നെ ഇവര് KSUക്കാര് വീഡിയോ എടുത്തിട്ടുണ്ട്. പോലീസ് സുരക്ഷ ഇത്രത്തോളം ഉണ്ട്. KSUക്കാർ അതിന്റെ അടുത്ത് ഒരു നല്ല ദൂരത്തിലാണ് ആരോഗ്യമന്ത്രി ഇരിക്കുന്നത്. അവസാനം ആരോഗ്യമന്ത്രി ആർക്കാണ് വരേണ്ടത്, മാറിക്കൊടുക്ക് എന്ന് പറഞ്ഞ് പോലീസുകാരെ പിടിച്ചു മാറ്റുന്ന ഒരു സാഹചര്യം നമ്മൾ കണ്ടാണ്. ആർക്കാണ് എന്റെ അടുത്തേക്ക് വരേണ്ടത്, മാറിക്കൊടുക്ക്, എന്റെ പ്രജകളെ ഞാൻ കാണട്ടെ എന്ന് പറഞ്ഞ് ചെല്ലുന്നു. മാറി നിൽക്ക് പെണ്ണുമ്പിള്ള എന്ന് പറഞ്ഞിട്ട് വനിതാ തള്ളി മാറ്റുകയും ചെയ്യുന്നുണ്ട്. ആരോഗ്യമന്ത്രി തള്ളിക്കൊണ്ടുപോകുന്നു. ആ തള്ളലിൽ എപ്പോഴോ പറ്റിയ ഉളുക്കാണ് കഴുത്തിന് പറ്റിയത്. പക്ഷേ നമ്മുടെ ഷംസീർ സ്പീക്കർ വന്നിട്ട് ആരോഗ്യമന്ത്രി അടിക്കുന്നത് നിങ്ങൾ കണ്ടില്ലേ? വലിയ വലിയ ആയുധങ്ങളുമായിട്ട് വന്നിട്ടാണ് KSU പ്രവർത്തകർ അടിക്കുന്നത്. ഇപ്പോ ഞങ്ങൾ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകാൻ പോവാണ്. എന്നിട്ട് സ്പീക്കർ നേരെ വണ്ടി കയറി പോയി. ആരോഗ്യമന്ത്രി മറ്റാരൊക്കെ ചേർന്ന് ആശുപത്രിയിൽ കൊണ്ടുപോകുന്നു. ആശുപത്രിയിൽ ചെന്നതിന് ശേഷം പിന്നെയും അതിനു മുമ്പിട്ടും CM-നെ വിളിച്ചിട്ട് CM ഒട്ടും വയ്യ, ശരീരം മൊത്തം അനക്കാൻ വയ്യ, പെട്ടെന്ന് മാറി. അതുവരെ നടന്ന് സ്ട്രോങ് ആയിട്ട് വന്നിട്ടുള്ള ആരോഗ്യമന്ത്രി പെട്ടെന്ന് വീക്കാവുന്നതാണ് നമ്മൾ കണ്ടത്. ആക്ട്രസ് കൂടിയാണെന്നാണ് അതിൽ തെളിഞ്ഞത് അല്ലേ? അതെ, അച്ചീട്ട് കീറിപ്പോയി. എന്താണെങ്കിലും അത് മാത്രമല്ല, ഇപ്പോ കൊല്ലം ജില്ലാ കമ്മിറ്റിയിൽ നിന്നാണെങ്കിൽ പോലും പിണറായി വിജയനെതിരെ ഇപ്പോ പ്രായപരിധി, എന്തുകൊണ്ടാണ് പിണറായി വിജയന് CPM പ്രായപരിധി നിശ്ചയിച്ചിട്ട് എത്ര പേരെയാണ് മാറ്റി നിർത്തത്? സുധാകരനെ പോലുള്ള നേതാക്കന്മാരെ മാറ്റി നിർത്തി, പല ആളുകളെയും മാറ്റി നിർത്തിയിട്ട് പിണറായി വിജയന് പ്രായം, മുഖ്യമന്ത്രി ആയതുകൊണ്ട് ഒരു ഇളവ് കൊടുക്കാമെന്ന് പറയുന്ന രീതിയിലേക്ക് വന്നു. പക്ഷേ ഇപ്പോ കൊല്ലം ജില്ലാ കമ്മിറ്റിയോ കണ്ണൂർ ജില്ലാ കമ്മിറ്റിയോ എന്ന് തോന്നുന്നു, അവിടുന്ന് കൃത്യമായിട്ടുള്ള വിമർശനം എന്ന് പറയുന്നത് ഇനി പിണറായി വിജയന് പ്രായത്തിന്റെ ഒരു ഇത് കൊടുക്കരുത് എന്നാണ്. അതായത് അദ്ദേഹം മുഖ്യമന്ത്രി ആയ സാഹചര്യത്തിലാണ് അദ്ദേഹത്തിന് ഈ ഒരു ഇളവ് കൊടുത്തത്. പക്ഷെ പ്രതിപക്ഷ നേതാവാൻ ആ ഇളവൊന്നും കൊടുക്കണ്ട എന്നുള്ള കൃത്യമായിട്ടുള്ള നിലപാടുകൾ പാർട്ടി സഖാക്കൾ മുന്നോട്ട് വെക്കുന്നുണ്ട്. ഇപ്പോ എനിക്ക് തോന്നുന്നു കണ്ണൂർ ജില്ലാ കമ്മിറ്റിയിൽ നിന്ന് തന്നെ വലിയ രീതിയിലുള്ള വിമർശനം ഗോവിന്ദനെതിരെയും ഇതുപോലെ പിണറായി വിജയനെതിരെയും കണ്ണൂരിന്റെ മണ്ണിൽ നിന്ന് ശൈലജ ടീച്ചറിന് കുരുതി അത് പത്തനംതിട്ട ജില്ലാ കമ്മിറ്റിയിലാണ് ഉയർന്നത് ആ ഒരു ശബ്ദം. അത് മാത്രമല്ല, കണ്ണൂരിൽ ഉയർന്ന മറ്റൊരു കാരണമുണ്ട്. അതായത് TK ഗോവിന്ദൻ പാർട്ടി വിട്ട് പോകുമായിരുന്നു, അല്ലെങ്കിൽ ഇത് തടയാമായിരുന്നു, ആ ഒരു നീക്കം തടയാമായിരുന്നു പിണറായി വിജയൻ നേരിട്ടൊന്ന് ഇടപെട്ടിരുന്നെങ്കിൽ. അത് എല്ലാ പാർട്ടി പ്രവർത്തകരും അത് ഉറച്ചു പറയുന്നുണ്ട്. പക്ഷെ അങ്ങനെ ഒരു ഇടപെടലില്ലാത്തത് കൊണ്ട് തന്നെ വിമതനായി മത്സരിക്കുകയും അവിടുന്ന് ആ ഒരു സീറ്റ് LDF-ന് നഷ്ടപ്പെടുകയും ചെയ്തു. അല്ല, ഇതിനകത്ത് മറ്റൊരു കാര്യം എന്ന് വെച്ചാൽ TK ഗോവിന്ദൻ കഴിഞ്ഞ ദിവസത്തിന് ഇന്റർവ്യൂ ഉണ്ടായിരുന്നു. ആ ഇന്റർവ്യൂവിൽ അദ്ദേഹം പറയുന്നത് എന്തുകൊണ്ടാണ് ഇപ്പൊ KPCC പ്രസിഡന്റിനെ തോൽപ്പിക്കാൻ വേണ്ടിയിട്ടല്ലേ ശൈലജ ടീച്ചർ അങ്ങോട്ട് മാറ്റിയത്, അവിടെ നിന്നിട്ടൊരു സഖാവിനെ കൊണ്ടിട്ടത്, അല്ലെങ്കിൽ ഒരു യുവ നേതാവിനെ കൊണ്ടിട്ടത്. അവിടെയും വോട്ട് ഷെയർ കുറയുകയും ചെയ്തു, ഇപ്പുറത്ത് തോൽക്കുകയും ചെയ്യും. എന്നാൽ വിജയിപ്പിക്കാൻ വേണ്ടിയിട്ടാണെങ്കിൽ മുഴുവൻ പാർട്ടി സംവിധാനങ്ങളും അവിടേക്ക് വരണ്ടേ, അവിടേക്ക് ഒത്തുചേർന്ന് നിന്ന് പ്രവർത്തിക്കണ്ടേ? ഇതുണ്ടായില്ല. എല്ലാവരും നേരെ തളിപ്പറമ്പിലേക്ക് വന്നിട്ടു.
തളിപ്പറമ്പിൽ എന്താണ് ചെയ്തത്? തളിപ്പറമ്പിലും തോറ്റു, അപ്പുറത്ത് പേരാവൂരും തോറ്റു, പയ്യന്നൂരും തോറ്റു. അങ്ങനെ വലിയ രീതിയിൽ തോൽവി CPM ഉണ്ടാകുന്ന സാഹചര്യം ഉണ്ടായി. അല്ല, ഒരു പക്ഷെ മറ്റൊരു കാര്യം നമുക്ക് ശ്രദ്ധിക്കുകയാണെങ്കിൽ ഈ ധർമ്മടം വിട്ട് പിണറായി വിജയൻ KPCC പ്രസിഡന്റ് സണ്ണി ജോസഫിനെതിരായി പേരാവൂര് മത്സരിച്ചിരുന്നെങ്കിൽ ഇപ്പോ ധർമ്മടത്ത് ഒരു 5-6 റൗണ്ടുകളോളം പിന്നിൽ പോയ പിണറായി വിജയൻ ഒരു പക്ഷേ വൻ ഭൂരിപക്ഷത്തിൽ അവിടെ പരാജയപ്പെടേണ്ട ഒരു അവസ്ഥ വന്നേനെ അല്ലെ? സ്വാഭാവികമായിട്ടും പിണറായി വിരുദ്ധത നിറയെ ഉണ്ട്, എല്ലാ ഇടങ്ങളിലും ഉണ്ട് പിണറായി വിരുദ്ധത എന്ന് പറയുന്ന ഒരു തരംഗം. അപ്പോൾ അതിനെതിരെയാണ് ജനങ്ങൾ ഊട്ടുകുത്തുന്നത്. ഇപ്പോൾ എന്തുകൊണ്ട് പിണറായി വിജയൻ 5 റൗണ്ട് 6 റൗണ്ട് 7 റൗണ്ട് വരെ പിണറായി വിജയൻ പിറകിൽ പോയി എന്ന് പറയുമ്പോഴും CPM ഇപ്പോഴും അത് അക്സെപ്റ്റ് ചെയ്യാൻ തയ്യാറാവുന്നില്ല. ആരെയാണ് പുറകിലോട്ട് പോയത്? ആരാണ് പുറകിലോട്ട് പോയത്? അവിടെയാണ് ചോദ്യം. ഇവരെല്ലാം ഇപ്പൊ പുതുപ്പള്ളിയെ പിടിച്ചു നിൽക്കുകയാണ്. പുതുപ്പള്ളിയില് ജെയ്സി തോമസ് 9,000 വോട്ടുകൾ, ആ ഒരു ഭൂരിപക്ഷത്തിലാണ് ഉമ്മൻചാണ്ടി അവിടെ വിജയിക്കുന്നത്. ഇവിടെ 20,000 വോട്ടുകൾ ഉണ്ട് പിണറായി വിജയന്. ഒന്ന് ആലോചിച്ച് നോക്കൂ, പുതുപ്പള്ളി എന്ന് പറയുന്ന മണ്ഡലത്തിൽ അതിലെ എത്രയോ പഞ്ചായത്തുകൾ CPM ആണ് ഭരിക്കുന്നത്. CPM ഭരിക്കുന്ന പഞ്ചായത്തുകളാണ് അതിൽ കൂടുതലുള്ളത്. പക്ഷേ നമ്മൾ ഇപ്പുറത്തെ വശത്തേക്ക് നോക്കിക്കഴിഞ്ഞാൽ ധർമ്മടത്ത് കോൺഗ്രസ് എന്ന് പറയുന്ന പാർട്ടി പോലും ഇല്ല. CPMന്റെ പാർട്ടി ഗ്രാമത്തിലാണ് പുറകിലേക്ക് പോകുന്നത്. അപ്പൊ അവിടെയാണ് നമ്മൾ ആലോചിക്കേണ്ടത്. അല്ലാതെ ഇപ്പോ നമ്മളെ പുതുപ്പള്ളിയിൽ എന്താണ് ജെക്സി തോമസിന് പിന്നീട് അവസരം കൊടുക്കാഞ്ഞത്? ഇപ്പോ രണ്ടാമത്തെ തവണ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ചാണ്ടിയുമ്പിലൂടെ വലിയ ഭൂരിപക്ഷത്തിലാണ് തോൽക്കുന്നത്. മൂന്നാമത്തെ തവണ എന്തുകൊണ്ട് മത്സരിപ്പിച്ചില്ല? ആ തരംഗങ്ങളെല്ലാം തീർന്നു എന്നല്ല അവർ പറയുന്നത്. അതായത് ആ പുതുപ്പള്ളി പോലൊരു മണ്ഡലത്തിൽ ആ ഒരു ഭൂമിയിൽ ഈ ഉമ്മൻചാണ്ടി അല്ലെങ്കിൽ ചാണ്ടി ഉമ്മൻ അവരല്ലാതെ വേരുറപ്പിക്കാൻ കഴിയുന്ന മറ്റാരുമില്ല എന്ന് അവിടുത്തെ ജനങ്ങൾ തന്നെ ഊന്നിപ്പറയുകയാണ്. ഇവര് പറയുന്നത് ജെയ്സി തോമസ് എന്തോ വലിയ രീതിയിൽ പ്രായാധിക്യമായപ്പോഴേക്കും ഉമ്മൻചാണ്ടി 9,000 വോട്ടുകൾക്ക് തോൽപ്പിച്ചു. പക്ഷെ അതേപോലെയല്ല ഞങ്ങളുടെ പിണറായി സഖാവിന് ഇപ്പോഴും 20,000 വോട്ടിന്റെ ഭൂരിപക്ഷം ഉണ്ട് എന്നാണ് പറയുന്നത്. ആലോചിച്ച് നോക്കൂ, ഒരു ചെറുപ്പക്കാരൻ വന്ന് ഒറ്റ ദിവസം കൊണ്ട്, അതായത് കഴിഞ്ഞ തവണ 1 ലക്ഷം അടുപ്പിച്ച് കിട്ടാറ് 97,000 വോട്ട് കിട്ടിയതാണ്. ഇപ്രാവശ്യം 1 ലക്ഷം നേടുമെന്ന് നിങ്ങൾ ആവർത്തിച്ച് പറഞ്ഞതാണ്. പിണറായി വിജയനായിരുന്നു നിങ്ങളുടെ ക്യാപ്റ്റൻ, നിങ്ങളുടെ കപ്പിത്താൻ. എന്നിട്ട് കപ്പിത്താൻ എന്ത് പറ്റി? കപ്പല് മുങ്ങി കപ്പിത്താൻ പതുക്കെ നീന്തി കരയിലേക്ക് അടുത്തു ഇരിക്കുകയാണ്. കപ്പിത്താൻ ജീവനും കൊണ്ട് രക്ഷപ്പെട്ടു എന്ന് വേണമെങ്കിൽ പറയാം. 6 റൗണ്ട് പിണറായി വിജയൻ പുറകിലേക്ക് പോവുക എന്ന് വെച്ച് കഴിഞ്ഞാല് 6 റൗണ്ട് പിണറായി വിജയൻ ഒന്ന് പേടിച്ച് കാണും, ഒന്ന് ഭയപ്പെട്ട് കാണും തീർച്ചയാണ്. കാരണം ഇത്രയും കാലം തന്റെ കോട്ട എന്ന് പറഞ്ഞ് നടക്കുന്ന സ്ഥലത്ത് തനിക്ക് അടിപതറി എന്നറിയുമ്പോൾ, സ്വയം അടിപതറി എന്നറിയുമ്പോൾ, കാരണം ബാക്കി ഇപ്പൊ 100 സീറ്റുകളിൽ ആരൊക്കെ വിജയിച്ചു കഴിഞ്ഞാൽ സ്വന്തം തട്ടകത്തിൽ ഒരു തോൽവി മണത്തു കഴിഞ്ഞാൽ അത് വലിയ ആപത്താണ്, അല്ലെങ്കിൽ വലിയ തിരിച്ചടിയാണ് എന്നുള്ള തിരിച്ചറിവോ ബോധമോ ഇപ്പോഴും CPM ഉണ്ടായിട്ടില്ല എന്ന് പറയുന്നത് വളരെ കഷ്ടമാണ്.